ഈ അടുത്ത കാലത്ത് മടൂർ വിഭാഗവുമായി ബന്ധപ്പെട്ട ഒരാളോട് കാര്യം ചോദിച്ചപ്പോൾ എന്തായാലും കാര്യമാണ് ചോദിക്കുന്നത്. ഇപ്പം മുജാഹിദിന്റെ രണ്ട് വിഭാഗം തമ്മിൽ ഒന്നാകുന്ന രീതിയിൽ പൊതുവെ ചർച്ച നടക്കുന്നത് മടൂർ വിഭാഗം മധൂർ വിഭാഗം. അപ്പൊ ഞാനിതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ആളിന് മധൂർ വിഭാഗത്തിന്റെ ആളുകൾ പറഞ്ഞത് അവര് അംഗീകരിക്കും, ഞങ്ങൾ അംഗീകരിക്കില്ല, ഞങ്ങൾക്ക് യോജിക്കാൻ പറ്റുന്ന മാത്രമേ ഞങ്ങൾ എടുക്കുള്ളൂ പറഞ്ഞു. അതിനെ അവർ പറഞ്ഞ ഉദാഹരണം കയ്യിങ്ങനെ വെച്ചു. അതായത് ഹദീസും ഖുർആനും തമ്മിൽ ഞങ്ങൾ പറഞ്ഞ ഇങ്ങനെയാണ്, അവർ പറഞ്ഞ ഇങ്ങനെയാണ്, അത് യോജിക്കില്ല. അതിലൊരു ശരിയാക്കി അവിടെ എങ്ങനെ നോക്കുന്നത് കൈ ഹദീസ്, അതായത് ഖുർആനും ഹദീസും തമ്മിൽ ഇങ്ങനെയാണ്, അത് ഔദ്യോഗികം പറയുന്നു, ഞങ്ങൾ പറഞ്ഞ ഇങ്ങനെ അകന്നിട്ടാണ് പറയുന്നത്. അതിലൊരു ശരിയാണ്. അപ്പോ അവർ താല്പര്യപ്പെടുന്ന ഒരു വാക്കാണ് പറയുന്നത്. ഒരു കൂട്ടം ആളുകള് ഹദീസും ഖുർആനും ഒരേ സ്രോതസ്സിൽ നിന്ന് വരികയാണ്, അള്ളാഹുവിൽ നിന്ന് വരിക രണ്ട് പഠിക്കുകയാണ്. അപ്പൊ രണ്ടും പരസ്പരം ചേർന്നേ വരുള്ളൂ. ഒന്നൊന്നിനെ എതിർത്തിട്ടോ കുത്തിവിട്ടിട്ടോ വെറുപ്പെട്ടോ വരില്ല. ഒരേ വിധം ഒന്നൊന്നിനെ ഏർപ്പെടുത്തിയിട്ട് ചേർത്തിട്ടേ വരുള്ളൂ എന്നാണ് ഔദ്യോഗിക വിഭാഗം, അതായത് എത്തി അബ്ദുൽഖാദർ വിഭാഗം ഉണ്ടായിട്ടുള്ളത് പറഞ്ഞു വരുന്നതിനെ മറ്റേ വിശേഷിപ്പിക്കുന്നത്. നമ്മളങ്ങനെയാ പറയാം, നമ്മളങ്ങനെയാ പറയാം. ഖുർആനും സുന്നത്തും ഇജ്മാഉം അടക്കമുള്ള പ്രമാണങ്ങൾ ചേർന്നേ വരുന്നു, ഒന്നതിന് വിരുദ്ധമായിട്ട് വരില്ല. കാരണം ഇതൊക്കെ അല്ലാഹു തആല പ്രമാണമാക്കി വെച്ചതാണല്ലോ. അപ്പൊ ഖുർആനും സുന്നത്തിന്റെ ഈ യോജിപ്പ്, പരസ്പരമുള്ള യോജിപ്പ് ഒരേ കേന്ദ്രത്തിൽ നിന്ന് വരുന്നതാണ് എന്ന് പറയുന്നത് കൊണ്ട് വൈരുദ്ധ്യം ഉണ്ടാവില്ല. ചേർത്ത് പിടിച്ചിട്ട് രണ്ടും ഞങ്ങൾ ഒരുപോലെ അംഗീകരിക്കുന്നതാണ് ഔദ്യോഗിക വിഭാഗം പറയുന്നത്. മറ്റുള്ളവരെ അത് വേർപ്പെടുത്തിയിട്ടാണ് ആര് ഹുസൈൻ വിഭാഗം വേർപ്പെടുത്തി. കാരണം ഖുർആനാണ് ഒന്നാം പ്രമാണം. ആ ഒന്നാം പ്രമാണത്തിനെതിരായ ഒരു ഹദീസും ഒറ്റ ഹദീസ് എടുക്കേണ്ടി വരുമ്പോ അത് സ്വഹീഹ് ബുഖാരിയും മറ്റൊക്കെ നോക്കിയിട്ട് ബുഖാരിയിലെ ഹദീസ് മറ്റേ ഹദീസ് എന്നൊന്നും നോക്കാതെ തള്ളേണ്ടത് മുഴുവൻ തള്ളും, കൊള്ളേണ്ടത് മുഴുവൻ. അപ്പൊ ഖുർആനും ഹദീസും ഇങ്ങനെ വേറിട്ടിട്ടുള്ള സാധനങ്ങളാണ്. എന്നാണ് പറയുന്നത് ഖുർആന് ഹദീസ് ഇജ്മാഅ് ഖിയാസ്. ഇജ്മാഅ് ഖിയാസ് വേറെ വാക്കാ പറയാം. സ്ഥിരപ്പെട്ട ഇജ്മാഉം വ്യക്തമായ ഖിയാസും, വ്യക്തമായ ഖിയാസും സ്ഥിരപ്പെട്ട ഇജ്മാഉം ഖുർആൻ ഇങ്ങനെ സാധനങ്ങളാണ്. ഇങ്ങനെ ചേർത്തിട്ടാണ് ഞങ്ങൾ എടുക്കുന്നത്. അതായത് യഥാർത്ഥ അർത്ഥത്തിൽ എത്തുമ്പോ അവർ രണ്ടു കൂട്ടരും ഒരേ നയം തന്നെയാണ്. കാരണം ഖുർആന് വിരുദ്ധമായിട്ട് ഹദീസ് വന്നാൽ സ്വീകരിക്കുക, അത് രണ്ടാം പ്രമാണമാണ് എന്ന് പഠിപ്പിക്കുന്നതിൽ നെടുവത്തിൽ മുജാഹിദിന്റെ ഔദ്യോഗിക പാഠത്തിൽ, ചെറിയ മദ്രസ പഠിപ്പിക്കുന്ന പാഠത്തിൽ തന്നെ ഒന്നാം പ്രമാണം ഖുർആന്, രണ്ടാം പ്രമാണം ഹദീസിൽ നിന്നാണ് പഠിപ്പിക്കുന്നത്. അതായത് ഖുർആൻ യോജിച്ച് വന്നാൽ മാത്രം ഇപ്പൊ വിശദീകരണം നമ്മുടെ ഭാഗത്തു നിന്ന് നല്ലോണം നടന്നപ്പോ ഇതിന്റെ ഈ ഔദ്യോഗിക വിഭാഗവും ഗൾഫിലുള്ള സ്ഥലങ്ങളെ നോക്കിയിട്ട് എല്ലാം ചേർന്ന് വന്നത് തന്നെയാണ് പരസ്പരം കൂടി സ്വീകരിക്കപ്പെട്ടതാണ് എന്നൊരു നിലവാരത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അത് നിരാകരിച്ചിട്ട് പഴയ ഇവിടുത്തെ മുജാഹിദിന്റെ നയത്തിൽ തന്നെ നിൽക്കുന്നവരാണ് മടൂർ വിഭാഗം. അത് ഞങ്ങൾ വീട്ടിലേക്ക് വന്നാവും ആ വിഭാഗത്തെ പറയുന്നത്. ഖുർആനും ഹദീസും പരസ്പരം യോജിച്ച് തന്നെ ഈ വിരലുകൾ യോജിച്ച് നിൽക്കുന്നത് പോലെ യോജിച്ച് നിൽക്കും. ഇതാണ് ഞങ്ങളുടെ നില. ഇങ്ങനെ നിൽക്കുന്നതെന്നാണ് മക്കളുടെ നില എന്ന് അല്ലെങ്കിൽ മനസ്സിലാക്കും. ഇങ്ങനെ നിൽക്കുന്ന ഞങ്ങളുടെ നില, ഇങ്ങനെ നിൽക്കുന്ന മക്കളുടെ നില, ഇങ്ങനെ രണ്ടും തമ്മിൽ യോജിക്കാറുണ്ട്. അതേപോലെ നടക്കുന്ന ചർച്ച അധികം ചർച്ച ചെയ്ത വഹാബിസപ്പെടുത്തിയിട്ടാണ്. അതുപോലെ തന്നെ അങ്ങനെയുള്ള വിശ്വാസം തന്നെയാണ് ജമാഅത്ത് ഇസ്ലാമി, ജമാഅത്തിന്റെ കാര്യത്തിലൊക്കെ ഒക്കെ ഒന്നാ. വഹാബിസം എന്ന് പറയുന്നത് ഇസാണ്. ആ ഇസം പല പേരുകളുണ്ട്, പല പേരിലുള്ള പാർട്ടിക്കാരുകൾ. സുന്നിയുടെ പറഞ്ഞാൽ തന്നെയാണ് വഹാബിസം എന്ന ആശയത്തിൽ സുന്നിയുടെ രേഖകൾ കാണും. ഖുർആൻ ഒന്നാം പ്രമാണം, ഹദീസ് രണ്ടാം പ്രമാണം. ഖുർആന് വിരുദ്ധമായ ഹദീസ് സ്വീകരിക്കില്ല, ഖുർആൻ അനുയോജ്യമായ ഹദീസ് സ്വീകരിക്കുന്നു. സുന്നിയിൽ കണ്ടാൽ അത് വഹാബി തന്നെയാണ്. നമ്മുടെ ക്ലാസ് പറയുന്ന വഹാബിയില് വിഭാഗം തിരിച്ചിട്ടില്ല, എല്ലാ വിഭാഗങ്ങളുണ്ട്. നമ്മുടെ ആശയം വഹാബിസം എന്ന് പറയുന്നത് മുഹമ്മദ് അബ്ദുൽ ഇവര് തീരുന്ന ആശയങ്ങൾ കൊണ്ടുപോയിട്ട് ഗൗരിയിലുണ്ടാക്കിയ കുറ്റപ്പാടുകളാണ്. ഈ കുറ്റപ്പാടുകൾ പല രീതിയിൽ ഈജിപ്ഷ്യൻ സംഘം ഒന്ന് പറയുന്നത്, മക്കാദിയിലെ സൗദി സംഘം വേറെ പറയുന്നത്, ഇവിടെ വന്നവർ പല പേരിൽ ഏർപ്പെട്ടവർ പലതും പറയുന്നത്. ആര് പറഞ്ഞാലും കക്ഷി നോക്കാതെ സംഘടന നോക്കാതെ വിലയിരുത്താൻ പറ്റിയതാണ് നമ്മുടെ അതിന്റെ തൊഴിൽ ശില്പന്റെ ഭാഗം മാത്രമേ
അത് വഹാബികളെല്ലാം ഒന്നാണ്. ഞാൻ വഹാബി എന്ന നിലയിൽ മൗദൂദിൽപ്പെട്ട് മുജാഹിദിന്റെ എല്ലാ വിഭാഗങ്ങളിൽപ്പെട്ട് ഇനി ആ പേരില്ലാതെ നടത്തുന്നവർ ആരെങ്കിലും അത് ദുനിയാവിൽ പഠിക്കണം, ഏത് സംഗതിയാണ്. ബഹുമാനസൂചകമായിട്ട് നമ്മൾ ഇന്ത്യൻ നിന്ന് പിന്നെ ഒരാളുടെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അതുപോലെ തന്നെ നമ്മൾ വീട് കൊണ്ട് കാഴ്ച വീട് കൊണ്ട് ചെയ്യുന്നത് ശിർക്ക് എന്ന് പറയുന്നത് കർമ്മം കൊണ്ട് അവിടെ മനസ്സിലാക്കാനാണ് വാക്ക് കൊണ്ട് കർമ്മം കൊണ്ട് ശിർക്ക്. അത് തൊഴിലിന് വിരുദ്ധമായിട്ട് അള്ളാഹു അല്ലാതെ വേറെ ഇല്ലാഹു കൊണ്ട് വിശ്വാസം കൊണ്ട് മാത്രമേ ശിർക്കുള്ളൂ. അതേ സമയത്ത് കർമ്മം കൊണ്ട് കാണണം മുപ്പതോ അതിൽപ്പെട്ട ഒന്നായിട്ട് സുജൂദ് അല്ലത്ത് വഴി ചെയ്യാനാകും. അതായിരിക്കും ഇങ്ങനെ കാറ്റൽ വീഴാതിരിക്കും. അതായത് പറഞ്ഞു സുജൂദ് പറഞ്ഞപ്പോൾ തന്നെ കാറ്റൽ വീട് പശ്ചാത്തലത്തിൽ കാരണമുക്ത എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളുടെ സുജൂദുണ്ട്. അത് വ്യക്തമാണല്ലോ സുജൂദല്ല, കഴിഞ്ഞ ഉത്തരമായി കാലുമുക്താണ്. അത് ശരിയായ രീതിയല്ലാതെ ഉള്ളൂ. കാലുമുക്ത എന്നത് അങ്ങനെ പഠിപ്പിക്കപ്പെട്ടില്ലാതെ ഉള്ളൂ. പക്ഷേ കാലുമുക്താണ്. നബിയുടെ സ്വഹാബാക്കളുടെ സന്ദർഭങ്ങളിൽ അങ്ങനെ മുട്ടിക്കുന്നു. നബിയുടെ സ്വഹാബാക്കൾ യമനിൽ നിന്ന് വരുന്ന ഒരു കൂട്ടം ആളുകൾ എന്നാലും ഒരു സുന്ദരത്തിലുള്ള ശാമം തോന്നുന്ന കുറ്റക്കാരെ കാല് മുട്ടി. ആ കാല് മുട്ടിയത് മുഖ്യതർച്ചയിലാണെങ്കിൽ കുഞ്ഞിന്റെ കാലുമുക്ത. അതിന് കുഞ്ഞിനെന്താ കാലുമുക്കാൻ? അല്ലെങ്കിൽ എന്തായാലോ തെറ്റോ ഒരാളോട് ചെയ്യും, അയാളോട് പശ്ചാത്തലം, അയാളോട് മാപ്പരിക്കും. ആ മാപ്പരിക്കാൻ വേണ്ടിയിട്ട് കാല് മുറിച്ച് മാത്രം രക്ഷിക്കാൻ അത് വേണ്ടതില്ല. ഇസ്ലാമിക സംസ്കാരത്തിൽ ആവശ്യം വേണ്ടപ്പെട്ടതല്ല. പക്ഷേ നാടൻ സംസ്കാര പ്രകാരം ഒരാൾ കാല് പിടിച്ച് അപേക്ഷിക്കുന്നു പറഞ്ഞാൽ അതിന് ശിൽക്കൂല്ല, കുക്കുകൂല്ല, ഒന്നുമില്ല, മര്യാദയേ ഉള്ളൂ. ആ മര്യാദ തുറക്കാൻ ഒരാൾ നിൽക്കുമ്പോൾ അവൻ നിൽക്കുകയാണ്, മറ്റവൻ നിൽക്കുകയാണ്, രണ്ടാളും നിൽക്കുകയാണെങ്കിൽ നിൽക്കുന്നവന്റെ കാര്യം പിടിക്കണമെങ്കിൽ ഇവ മുറിയണ്ടേ? അപ്പൊ സുജൂദ് കരണമായി അതിനൊന്നും സുജൂദായിട്ടുള്ള സുജൂദാനാണ്. ആർക്കും വീഴുന്നതോ കാര്യം കൊടുക്കുന്നതോ അല്ല. എന്നതാണ് തന്നെ ഉപ്പൂറും ബഹുമാനിക്കാൻ വേണ്ടിയിട്ട് ഉപ്പൂറ് പാടില്ല. ഹറാമ ഉപ്പൂറില്ല, ഹറാമ ബഹുമാനിക്കാൻ വേണ്ടി. ബഹുമാനം ഉദ്ദേശിക്കാതെ ഒരു സംസ്കാരം എന്ന നിലക്കോ ആദരവ് എന്ന നിലക്കോ മാത്രം കാണിക്കുന്ന ഒരു തരത്തിലുള്ള തുണിയലാണ് പറഞ്ഞത്. കയ്യ മുത്താൻ വേണ്ടി കയ്യൊന്നും വേണ്ടേ, അത് സുന്ദരന. കയ്യൊരാളുകൾ നിൽക്കുമ്പോൾ നല്ല സമ്പുത്രന്മാരുടെ കയ്യിന്റെ അഹിതാരുടെ കയ്യിൽ മുതൽ സുന്ദരൻ. ആ സുന്ദരത്ത് വായിക്കാൻ അയാൾ താഴെ മറ്റൊരാൾ തുണിയല്ലേ, തുണിയാതെ അവരുടെ സാധനങ്ങളുടെ ദൂരമായിട്ട് വേഴ്സ് അത് തുമ്പോഴും തുണിയില്ലേ. അതിനൊക്കെ ഉൾക്കൊള്ളി പറയില്ല. വേഴ്സ് എടുക്കാൻ വേണ്ടി തുണിയ, താസ് എടുക്കാൻ വേണ്ടി തുണിയ എന്നുള്ള പോലെ കയ്യ മുത്താൻ വേണ്ടി തുണിയ. അതെ, കയ്യ മുത്താൻ വേണ്ടി തുണി കയ്യ മുത്തുന്ന അതുപോലെ ശിക്ഷണ വിഭാഗം വേണ്ടിയിട്ട് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ യാസനൊക്കെ നടത്തിയാൽ കാര്യഹാസ്യമാകാൻ വേണ്ടിയിട്ട് ശരിയായ അതിൻ്റെ അള്ളാഹുവിൽ നിന്ന് ആ കാര്യം കിട്ടാൻ ഉദ്ദേശിക്കുന്ന കാര്യം ദുനിയാവിന്റെ കാര്യമാണെങ്കിൽ അത് വിലാസത്തിന്റെ താഴെ തട്ടാം. പരലോക സംബന്ധമായ അപകട ശിക്ഷ, ആഹൃത്തിലെ ശിക്ഷ, ഇതിനൊക്കെ രക്ഷപ്പെടാമോ, സ്വർഗം കിട്ടുക, അവരുടെ സുഖം കിട്ടുക, ഇങ്ങനത്തെയൊക്കെയുള്ള ആഗ്രഹ സംബന്ധമായ കാര്യം അള്ളാഹുവിൽ നിന്ന് കിട്ടാൻ പഠിപ്പിച്ചാണെങ്കിൽ അത് വിലാസിനെ അതിനും മുഖ്യമില്ല. ഇത് രണ്ടുമില്ലാതെ അള്ളാഹുവിനോടുള്ള സാമീപ്യം എന്ന് മാത്രം ലക്ഷ്യമാക്കിയിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും മുഖ്യ വിലാസം. ഇത് മൂന്ന് വിലാസം. ഇത് മൂന്നിന് ശുദ്ധമോ ദിയാകുമോ പറയും. ഇത് മൂന്നും വിലാസം. പക്ഷെ ഈ വിലാസത്തിന് മുന്തിയത് അള്ളാഹുവിന്റെ സാമീപ്യം മാത്രം കർമ്മം കൊണ്ട് ഉദ്ദേശിക്കും. അതിൽ കാണത് പരലോകത്ത് അള്ളാഹിന്റെ പേര് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം, നേട്ടം കിട്ടാൻ വേണ്ടി മാത്രം. അതിൽ നിന്ന് കാണുന്നത് ദുന്യവിയായ കാര്യങ്ങൾക്ക് വേണ്ടി അള്ളാഹ് ലക്ഷ്യം. അതിൽപ്പെട്ടതാണ് അള്ളാഹ് പോകുമ്പോൾ കടം വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ദുന്യാവ് അവരുടെ ശിക്ഷ രക്ഷക്കാരാണ് കാണിക്കുക. ഇത് രണ്ടും വിലാസം. ഇങ്ങനത്തെ ഒരു താല്പര്യവും മനസ്സിൽ കരുതാതെ അള്ളാന്റെ കലാമാണ് അത് റസൂലുള്ള ഓതാൻ വേണ്ടിയിട്ട് നിർദ്ദേശിച്ചതാണ്, അതുകൊണ്ട് ചെയ്യാം എന്ന് വിചാരിക്കുകയാണെങ്കിൽ അത് ഇതിൽ രണ്ടിലും മുഖ്യ മൂന്ന് വ്യത്യാസം എന്താണ് ശരി ശരി.
അള്ളാഹ്ക്കും വേണ്ടി തീർച്ചയായിട്ടും എന്നത് ഓരോ ധർമ്മമാണ്. തീർച്ചയായിട്ടും നമ്മൾ അള്ളാഹ്ക്കും വേണ്ടി തന്നെ ആക്കണേ. അപ്പൊ മുൻകേറ്റാണ് നിസ്കരിക്കുമ്പോൾ അള്ളാഹ്ക്കും വേണ്ടി നമ്മൾ അങ്ങനെ. പക്ഷെ ഈ തീർച്ചയാക്കുമ്പോൾ നമ്മുടെ ഉദ്ദേശം ദുന്യാവിന്റെ താല്പര്യം വല്ലതും കിട്ടാനാണെങ്കിൽ അത് ഇതിഹാസമാണ്. അതൊന്ന് കൊണ്ടാനാണ് നോക്കേണ്ടി. അതൊന്നും നേരാനാണ് നമുക്ക് പ്രശ്നം. അത് പക്ഷേ ശില്പമല്ല, മോശമല്ല, കൂടിയിട്ട് തന്നെയാണ്. കാരണം പടച്ചോണിന്നാണല്ലോ അപ്പുറത്തെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ദുന്യാവിന്റെ കാര്യമാണെങ്കിൽ പടച്ചോണി തന്നെ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ പടച്ചോനെ തന്നെ ലക്ഷ്യമാക്കി. പക്ഷെ എന്തിന്? ദുന്യാവിന് വേണ്ടി. അത് പ്രാണ ഇതിഹാസത്തിന്റെ പ്രായം മനസ്സിലായി. പരലോകത്തെ കാര്യം ലക്ഷ്യം കിട്ടാൻ വേണ്ടിയിട്ട് അള്ളാഹിന്റെ ലക്ഷ്യമാക്കാം. അതായിരുന്നു മുഖ്യത്. രണ്ടാം അള്ളാഹുവിനെ മാത്രം ലക്ഷ്യമാക്കുക ഒരു താല്പര്യത്തിനും അല്ല, ഭൗതിക താല്പര്യത്തിനുമല്ല, പാരമ്പര്യ താല്പര്യത്തിനുമല്ല. അള്ളാഹിന്റെ അടുപ്പം കിട്ടാൻ പറഞ്ഞുകൊണ്ടായിരിക്കും ചെയ്യുക എന്ന നിലയ്ക്ക് ചെയ്യാറില്ല. അതാണ് ഏറ്റവും മുന്തിയത്. ഇതിഹാസത്തിന്റെ നേരെ ഇത് മൂന്ന് ഇതിഹാസം. ചില സ്ഥലങ്ങൾക്കൊണ്ട് വിവാഹങ്ങൾക്ക് പുറമെ സ്ഥലങ്ങൾ ഉള്ളെടുത്ത് കഴിഞ്ഞാൽ ആ വീട്ടിലുള്ള ചില തകരാറുകൊണ്ട് ഒരു ഗുണം ലഭിക്കുമ്പോൾ അത് പക്കത്താന്ന് പറഞ്ഞ് അനുകൂലിക്കാറുണ്ട്. എന്നാൽ ദോഷമായിട്ട് ഒരു 15 വീട്ടിൻ്റെ അടുത്തൊരു വീട്ടില് ഒരു 10 കൊല്ലായിരം അനുഭവമാണ്. ആ വീട്ടിൽ താമസിക്കുന്നവരൊക്കെ അവരുടെ കാരണം കൊണ്ട് മരിക്കുന്നത് എക്സിഡൻ്റായിട്ട് തൂങ്ങി മരിച്ചിട്ടുണ്ട്. ആ വീട്ടിൽ ഞാൻ ആ വീടിന് വലയില്ല, ആളുകൾ മാറി മാറിയിട്ടാണ്. ഒരാഴ്ചത്തെ വീട് കാണുമെന്ന് പറഞ്ഞ് പഞ്ചായത്ത് പ്രവർത്തകരാണ് കൂടുതൽ അങ്ങനെ താല്പര്യം പിന്നീടുണ്ടെങ്കിലും അവരെടുത്തിട്ടായ ആള് മകനിപ്പോൾ 2 ആഴ്ച മുമ്പ് ഒരു ആക്സിഡന്റ് ഉണ്ട്. അങ്ങനെയുള്ള വിശ്വാസം ഈ കാരണം കൊണ്ട് ആളുകൾ ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ വിശ്വാസത്തിലൊരു കടന്നു വരുന്നുണ്ടോ എന്ന് സംശയം. അതെല്ലാം പറ്റും. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഏറ്റവും മുന്തിയ വിശ്വാസം അള്ളാഹു മാത്രമാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത്. വീട് മുഖേനയാവട്ടെ, ആ വീട് മുഖേനയാവട്ടെ, മറ്റൊരു വീട് മുഖേനയാവട്ടെ, വാഹന മുഖേനയാവട്ടെ, നമ്മളെ കർമ്മ മുഖേനയാവട്ടെ, മുഴുവൻ അള്ളാഹുവാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അതുകൊണ്ട് ഈ വീട്ടിൽ താമസിച്ചാലും ശരി, അള്ളാഹു എന്നെ വിചാരിച്ചാൽ എവിടെ വീട്ടിലാണെങ്കിലും നടത്താനോ എന്നൊരാൾ വിചാരിച്ചിട്ട് അള്ളാഹുവിൽ മാത്രം അർപ്പിക്കലാണ് അവർക്ക് ഏറ്റവും മുന്നിൽ രീതിയാണ്. അതേസമയത്ത് ഭൗതികമായിട്ട് നമ്മൾ കാണുന്ന അള്ളാഹിന്റെ വ്യവസ്ഥയിൽ പ്രകാരമുള്ള കുറെ സംഗതികളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് മേഘം മൂടിയാൽ മഴ വരും. അല്ലെ, മേഘം മൂടിയാൽ മഴ വരും. മേഘമൊന്നും ഇല്ലാതെ എന്നാൽ മഴ കിട്ടൂടെ? കിട്ടൂടെ? കുഞ്ഞ അന്തരീക്ഷത്തിൽ എന്നാൽ മഴ പെയ്യൂടെ? പക്ഷെ മേഘം മൂടിയിട്ടാണ് മഴ പെയ്യാറ്. അങ്ങനെ നമ്മൾ കാണാറുള്ളൂ. ഇത് വെച്ചിട്ട് മേഘം മൂടിയപ്പോൾ നമ്മൾ വിചാരിക്കാറോ മഴയാണ് വരുന്നത് എന്ന് വിചാരിച്ചാൽ അതിനുള്ള മോശമുണ്ടോ? എന്തായാലും ഇസ്ലാമിനെതിരില്ല. അള്ളാഹുവിന്റെ വ്യവസ്ഥയിൽ പ്രകാരം മേഘം വന്നിട്ട് ആ മേഘത്തിൽ നിന്നാണ് മഴ വർഷിക്കാമെന്ന് മനസ്സിലാക്കിയതിനാൽ ഇത് അള്ളാഹു ഒരുക്കുന്ന സബബെന്നാണ് എനിക്ക് പറയാം. അള്ളാഹു ഒരുക്കുന്ന മാധ്യമങ്ങൾ കാരണങ്ങൾ. ഈ മാധ്യമങ്ങൾ കാരണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സംഭവങ്ങൾ ഇവിടെ ഉണ്ടാവുക. എല്ലാം കത്തി കൊണ്ട് മൂർച്ചയുള്ളതായ ഒരു മൂർച്ച കഴിയുകയാണ്. അപ്പൊ മൂർച്ചമില്ലാതെ കോരോടിനെ മുറ്റാതെ ചിലവും പോയി. നെറ്റി മധുരമൊക്കെ ചില ആളുകൾക്ക് മക്കളും പോയി എന്നിട്ട് അതേക്കൊണ്ട് വെട്ടിയപ്പോൾ ആളുകൾ മരിച്ചു പോയി. ചിലത് വാടായി മാറും, ചിലത് വാടാകാതെ പോലെയാവും. ആ കുളിർന്ന് പോയി. പക്ഷെ സാധാരണമായിട്ടുള്ള ഇവിടുത്തെ വസ്തുത എങ്ങനെയാണ്? മൂർച്ചയിലേക്ക് പോയി. ഇത് നമ്മളങ്ങനെ മനസ്സിലാക്കുന്നത് കൊണ്ട് വിശ്വാസത്തിന് കൊടുക്കണമെന്നില്ലല്ലോ. ഇതേ രീതിയിൽ അള്ളാഹു പഠിച്ച പടപ്പുകളിൽ മനുഷ്യരായ പടപ്പാണ് ജിന്നും പിശാചും പറയുന്നത്. അപ്പൊ ജിന്നിന്റെയും പിശാചിന്റെയും സ്വാധീനവും അവരുടെ ശക്തിയൊക്കെ നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ട് ആ തരത്തിൽ അവർക്കൊപ്പം തന്നെ നമ്മൾ നിന്നിട്ട് നമ്മളെ കൊണ്ട് ഞാൻ പരിഹസിക്കും പിശാച് ഒരാൾക്കാർ. അത് എപ്പോഴും പരിഹസിക്കും. നമ്മുടെ ആജന്മ ശത്രുവാണ് പിശാച് എപ്പോഴും. അതാണ് എന്തെങ്കിലും മർദ്ദിക്കാൻ വേണ്ടി കണ്ടാസ് പോകുമ്പോൾ ബിസ്മില്ലാഹി എന്ന് പറയും. അതിന് എന്താ കാരണം പറഞ്ഞത്? എല്ലാവർക്കും അകാലിയാണ്. മനുഷ്യൻ മർദ്ദിക്കാൻ വേണ്ടി അവിടത്ത് ഒഴിവാക്കിയിരിക്കുമ്പോൾ ചന്തിമതി കളിക്കും. ചന്തിമ കളിക്കാം, ചന്തിമ കൊട്ടിയിട്ടോ ചന്തി കളിപ്പിക്കോ ചന്തിയാക്കിട്ടോ കളിക്കാം. ഈ കളിയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ബിസ്മില്ലാ അല്ലാഹു അപ്പൊ പിശാച് നമ്മളെ ചന്തിമ കളിക്കുന്നവർക്ക് ഇതേ രീതിയിൽ
ചില വീട്ടിൽ താമസിക്കുമ്പോൾ ആ പിശാച് പല ശല്യമാണ്. നമ്മളങ്ങനെ വിശ്വാസം പ്രേരിപ്പിക്കാൻ പല സാമ്പത്തിക നഷ്ടം വരുത്താൻ വേണ്ടി ചെയ്യും, വിശ്വാസ ദുർബലപ്പെടുത്താൻ വേണ്ടി ചെയ്യും. ഇവർ എത്രത്തോളം പോകും എന്ന് നോക്കുക. അപ്പൊ ഗതികെട്ട ചില മനുഷ്യന്മാര് അമ്പലത്തിൽ വല്ലതും കൊടുത്താൽ ചുറ്റാവും എന്ന് മനസ്സിലാക്കും. അമ്പലത്തിൽ വല്ലതും കൊടുത്താൽ അപ്പൊ വിശ്വാസം കുറഞ്ഞവരാണെങ്കിൽ എന്ത് ചെയ്യും? അതാണ് പിശാചിന്റെ ലക്ഷ്യം. ഇതിനുദ്ദേശിച്ച് പിശാച് ഓരോ നിർദ്ദികൾ നമ്മളോട് കുറിക്കുമ്പോൾ ആ പിശാചിന്റെ സ്വാധീനത്താൽ പലതും സംഭവിക്കുന്നു. പക്ഷെ സംഭവിക്കുന്നത് പിശാചിന്റെ സ്വാധീനത്താലാണെങ്കിലും അത് അള്ളാഹു വ്യവസ്ഥ ചെയ്തതാണെന്നാണ് നമ്മുടെ വിശ്വാസം. അതുകൊണ്ട് നമുക്ക് വിശ്വാസം തകരാറ് വരില്ല. എന്നാലും അതിൽ പിശാചിന് വഴിപ്പെടുന്ന സ്വഭാവം വരുന്നത് ഒരു ചെറിയ മോശമില്ല. കാരണം പിശാചിന് ആ സിദ്ധി കൊടുത്ത അള്ള പിശാചിനെ കൊണ്ട് കാവൽ തെളിയിച്ച് നമുക്ക് അള്ളാന്റെ മലക്കളെ കൊണ്ട് കാവൽ തരാറോ തരാൻ അത് ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ വീടിരിക്കുമ്പോൾ എന്താണെങ്കിലും ശരി ഒരു തങ്ങളെ കൊണ്ട് പൂച്ചടിച്ചാണ്, ഒരു മുയലെ കൊണ്ട് പൂച്ചടിച്ചാണ്, എന്നാ പാക്കേസോട് തോന്നിട്ടോ ഇതൊന്നുമില്ലാതെ ചിലപ്പോൾ ഉമ്മ പൂച്ചടിച്ചിട്ടുണ്ട്. ഉമ്മ ഒരമ്മ അല്ലെ? അതെന്താണ് അതിന്റെ അർത്ഥം? ഒരു ബിസ്മിന്റെ വലിയ കുട്ടിയെടുക്കുമ്പോൾ ആ ബിസ്മിനോട് കൂടെ അവിടെ പിശാചി ഈ ഇതൊക്കെ അടിച്ചാണ് പിശാചി പിന്നെ ഒന്നും ഇതുണ്ടാവും. അങ്ങനെയാണ് ഈ തെറ്റായ ധാരണകൾ അടിക്കടി അപകടങ്ങൾ വരുത്തി പിശാചി വരുന്നത്. ഇതൊക്കെ വന്നാലും ശരി ദുന്യാവെന്ന് മരിക്കാനുള്ളൂ. അതുകൊണ്ടൊന്നും ചെയ്തിട്ടില്ലും മരിക്കുമല്ലോ അല്ലെ? ഈ പേരെ വാങ്ങിയിട്ട് വേറെ പറയും പോയാൽ ശാശ്വതവും ഇല്ല. ഇവിടെ 40 വയസ്സിൽ പിശാചിനെ കൊണ്ട് മരിക്കുമെങ്കിൽ 60 വയസ്സിൽ പോയി പരമോദം കഴിയുമ്പോഴാണ് അതേ. അപ്പൊ ഞാൻ എന്തായാലും അള്ളാഹുവിന്റെ നിയമത്തിന് ഒതുങ്ങിയിട്ട് നിൽക്കാൻ ഭക്ഷണം മരിപ്പിച്ചാൽ അങ്ങനെ മരിപ്പിക്കട്ടെ എന്താണ് ഒരാളുടെ നിശ്ചയദാർഢ്യത്തിൽ നിൽക്കുന്നില്ല. പിശാചി തോറ്റു പോകും. പിശാചിനാണ് നോക്കൂല. ഈ മനുഷ്യർക്ക് പറ്റില്ല മനസ്സിലാവും. അങ്ങനെയാണ് വേണ്ടത്. പക്ഷെ അത്ര ഉയരാൻ സാധാരണക്കാർക്ക് കഴിയുന്നു. അപ്പൊ അവരെന്ത് ചെയ്യും? ഈ പിശാചിന്റെ ശബ്ദം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വരുന്നു. അണ്ടോ നോക്കണിൽ ശരം അംഗീകരിക്കുന്ന തരത്തിലുള്ള മാർഗങ്ങൾ സ്വീകരിക്കണം. ശരം അംഗീകരിക്കും. പാഠപാഠ തങ്ങൾക്ക് ഉപയോഗിക്കും. അതിന് മക്കളും അങ്ങനെ ആക്കിയാൽ പോയി എന്ന് വിളിച്ചാൽ ഒരേ നമുക്ക് മോശപ്പെട്ടു പോകും തരുന്ന എന്ന് മനസ്സിലാക്കാനോ അല്ലെ? അല്ലെങ്കിൽ ഏതെങ്കിലും സ്വാധീനായ പോലെ ഉപയോഗിക്കും. മൂപ്പരത്തിൽ കടലാസ് മാസം ഉപയോഗിക്കും. അങ്ങനെ ഒന്നാണെന്ന് വെച്ചാൽ നമുക്ക് ഏതെങ്കിലും പോയി കിട്ടിയാൽ സുഖം. അതാണ് നമ്മൾ അതായത് പിശാചി എന്ന മാധ്യമം കൊണ്ട് നമുക്കുണ്ടായിരിക്കുന്ന ശബ്ദിനെ മലക്കുകളുമായും അള്ളാന്റെ അസ്മാവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വിദ്യകളുണ്ട്, ആത്മീയ പരിപാടികളുണ്ട്. ഈ തടുക്കുന്ന ചികിത്സകളൊക്കെ നമ്മൾ ചെയ്യുന്നത് ആഗ്രഹത്തിലാണ്. ഇതൊന്നും ഇല്ലാതെ ഒരാൾ അള്ളാഹുവിൽ ബലമേൽപ്പിച്ചിട്ട് അള്ളാന്റെ പഠിപ്പാ ശൈത്താനെ അള്ളാന്റെ പഠിപ്പാനാണ്. ആ ശൈത്താനെ കൊല്ലാണെന്ന് വെച്ചാൽ പാമ്പ് വെച്ചിട്ട് ഞാൻ വ്യക്തമായിരുന്നു കൂടാനേ ഉള്ളൂ ഒരാൾക്ക് വിചാരിക്കാറോ അല്ലെ? പിശാചിനെന്ന് പറഞ്ഞാലും പാമ്പ് വെച്ച് വെച്ചാലോ? അപ്പൊ പാമ്പ് വെച്ച് വെക്കണ വഴിയാണ് പിശാചിനെ കൊന്നിട്ടാണെങ്കിൽ ഇപ്പോഴത്തെ ഒരാൾ വിചാരിക്കുകയാണെങ്കിൽ അതാണ് ഉയർന്ന തോന്നൽ, അതാണ് ശരിയായ രീതി. അങ്ങനെ നിർദ്ദേശങ്ങൾ എന്ന് എഴുതിയിട്ട് താഴെ തട്ടി രോഗത്തിന് ചികിത്സിക്കുന്ന മാതിരി ആത്മീയ ചികിത്സകൾ നോക്കിയിട്ട് ഇത്തരം ശ്രദ്ധകൾ ഒഴിവാക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ മോശം. അപ്പൊ സാധാരണക്കാരായ പെട്ടെന്ന് ഇറങ്ങി പോകുന്ന ഉറപ്പില്ലാത്ത ആൾക്കാരൊക്കെ അത്തരം മാർഗങ്ങളാണ്. അങ്ങനെയാണ് സ്ഥാനം നിർദ്ദേശിക്കുന്നത്. സ്ഥാനം ഞാൻ ആശാര്യ സ്ഥാനം നോക്കിയാലും ശരി ആ വിശ്വാസം എനിക്ക് കിട്ടുമല്ലോ. ആശാര്യ സ്ഥാനം നോക്കിയാൽ ആശാര്യക്ക് വരാൻ നല്ലത് പറഞ്ഞാൽ അല്ലെങ്കിൽ അപ്പുറത്തും കൂടെ വന്ന ആപത്ത് വരുന്നില്ല. എന്തിനായാലും ആപത്തിന് കിട്ടും. ആപത്ത് വേണ്ടാത്ത പോലെ ഇതാണ് ഈ സ്ഥാനം നോക്കിയിരിക്കുന്നത്. അതിനൊന്നും ശില്പമൊന്നുമില്ല. ഒരു കുഴപ്പമാണ്. ആരും കൃഷിയെ പോയി അങ്ങനെയാണ് കുഴപ്പമില്ല. ഒരാൾ കെട്ടിയിറങ്ങി വിളിച്ചാൽ ആരും കൃഷിയെ പോയ പോലെ. പക്ഷെ നമ്മളൊക്കെ പറഞ്ഞാലും ശരി നമ്മുടെ വീട്ടിൽ പെണ്ണുങ്ങളും പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ നല്ല ഉറപ്പിലിരുന്നാലും പെണ്ണുങ്ങളെ ഇങ്ങനെ അപ്പുറത്ത് ഉപയോഗിക്കും. ഇങ്ങനൊരു കണ്ടാശം അങ്ങനെയൊക്കെ വരാം. അങ്ങനെയൊക്കെ സംഭവിക്കാം. അങ്ങനെ സംഭവിക്കുന്ന നെല്ലിന്റെ കാലത്ത് ഒരാൾ കുന്തങ്ങളുടെ പാമ്പനെ കുത്തി, കുന്തങ്ങളുടെ കുത്തിയതോടുകൂടെ പാമ്പും ചത്തു, ഇയാൾ മനുഷ്യൻ. പാമ്പും ചത്തു, ഇയാൾ മനുഷ്യൻ. അപ്പൊ നെല്ലി എന്താ പറഞ്ഞത്? മദീനത്ത് കുറെ ചിന്തയുടെ സിനിമയുണ്ട്. അത് പാമ്പിന്റെ പോലത്തുള്ള വീട്ടിലൊക്കെ വരും. അപ്പൊ അതുകൊണ്ട് വീട്ടിൽ ഇങ്ങനത്തെ പാമ്പുകളെ കണ്ടെങ്കിൽ ആ വീട്ടിൽ നിന്ന് പോകാൻ
ഒരു പ്രത്യേക പ്രാർത്ഥന നടത്തണം. എന്നിട്ട് 3 പ്രാവശ്യം ആവശ്യപ്പെട്ട് പോയിട്ടില്ലെങ്കിൽ അവരെ കൊല്ലാവൂ. ജിമ്മിൽ നിന്നുള്ള വാക്ക് വന്നിട്ട് അതിനെ കുത്തിയൊക്കെ ഇയാൾ വെച്ചത് അവരുടെ അർത്ഥത്തിന് മുന്നിൽ. അപ്പൊ അതിന്റെ വിദ്യയ്ക്ക് എനിക്ക് പഠിപ്പിച്ചവരിട്ട് പാമ്പാണെങ്കിൽ ഓരോ പറയാൻ അത് ജിമ്മാനെന്താ പോയിക്കോളും. 3 പ്രാവശ്യം പറഞ്ഞിട്ട് ഓടില്ലെങ്കിൽ അപ്പൊ മനസ്സിലാക്കാം എന്നാണ് ഇതിൽ. അപ്പൊ ജിന്ന് വിഷാറ്റിൽ നിന്നുള്ള നമുക്ക് ബാധിക്കുന്ന ഇത്തരം ബാധകളൊക്കെ അള്ളാഹുവിന്റെ യാഥാർത്ഥ്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. അതിലൊക്കെ മൗലിദ്യം. പക്ഷെ ഈ മൗലിദ്യമൊക്കെ ഭേദിച്ച് ചിലര് പൈശാചികമായ പ്രവൃത്തിക്ക് പോകും. വേണ്ടാത്തവരിട്ടോ പുരോഗത്തിനോ വേണ്ടാത്തിനൊക്കെ പോകും. അങ്ങനെ പോകുന്നതിലേക്ക് എത്തിയാൽ തെറ്റാവും, വിമാനത്തിലേക്ക് പോകും, പോകുന്നുണ്ട്. അതുപോലെ അതിനാണ് നമ്മുടേതായ ആത്മീയതയില്ലെങ്കിൽ സാധുക്കളായ മനുഷ്യന്മാരെ നമുക്ക് ഇസ്ലാമിൽ നിർത്താൻ കഴിയില്ല. കാരണം സാധുക്കൾ കുടുംബം ഉണ്ടാവുമല്ലോ. ആ കുടുംബ ആത്മീയ രക്ഷ നമ്മൾ കുടുംബത്തിലാന്ന് വിചാരിച്ചാൽ ഈ ഇസ്ലാം മതത്തിന്റെ അകത്ത് ആരും മരിച്ചും ചെയ്താലും പതിവില്ല, മറ്റിനും പതിവില്ല എന്ന് വിചാരിക്കൂലേ? അന്നത്തെ ഇസ്ലാം സമ്പൂർണ്ണമാവില്ലല്ലോ. അപ്പൊ ഇസ്ലാമിന്റെ അവർക്കുണ്ട്, മറ്റുള്ളവർക്കുള്ള വൈകല്യം. അപ്പൊ ഹിന്ദുക്കളിൽ മറ്റൊക്കെ പോയിട്ട് സോന്യാസം കഴിക്കുന്നതിലേറെ അന്നമാരുടെ